ഉണ്ട് സാർ. ആ മലയിലാണ് പോകാനുള്ളത്. പക്ഷെ ആ മല കയറി കഴിഞ്ഞാൽ ഈ മല കംപ്ലീറ്റ് കുഴിക്കകത്ത് കിടക്കുമ്പോൾ കിടക്കും. ആ ഒറ്റ മലയാണത്. അങ്ങ് കിടക്കുന്ന അതുകൊണ്ട് അങ്ങ് ലാസ്റ്റ് കാണാൻ ഒറ്റ മലയാണ്. അവിടെ വരെ നമ്മൾ എത്തണം. പിന്നെ ഐന്തലപ്പൊതി എന്ന് പറയുന്നത് സാർ. അതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഒരു 5 മല അടുത്തടുത്ത് ഒരേ ഇതിൽ കാണും. ആ മഴയും ഈ മണ്ടേ കയറുമ്പോഴത്തേക്ക് അതും കുഴിക്കകത്ത് തന്നെ കിടക്കും ആ മലയിലും. ശരി. ഇപ്പൊ കേരളത്തിൽ ഇത് 3ാം സ്ഥാനം എന്നാണ് പറയുന്നത്. ഐന്തലപ്പൊതി എന്ന് പറയുന്ന മലയാണ് ദൂരെ കാണുന്ന മല. അതിന് തൊട്ട് താഴെ അവിടെ കാണുമ്പോഴത്തേക്ക് 5 തല, ഒരു തല പൊക്ക കൂടുതലും, അങ്ങനെ ബാക്കി 4, 5 അങ്ങനെ വരിക്കാതെ കാണാം. പക്ഷെ ഇതിന്റെ മണ്ടലാണ് നമുക്ക് നാളെ പോകാനുള്ള. അതിന്റെ മുകളിൽ കയറുമ്പോൾ ചുറ്റിനുള്ളതെല്ലാം ചെറുതായിട്ട് തോന്നും. ചെറുതായിട്ട് കാണും സാറേ. പക്ഷെ അത് നല്ല മലയാണ്. 7 കിലോമീറ്റർ അതിന് മലയാണ്. ശരി. ഈ ഐന്തലപ്പൊതിയിൽ ഇതുണ്ടോ, മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്? അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല സാർ. നമുക്ക് അങ്ങോട്ട് പോകാൻ അലോഡില്ലല്ലോ. നമുക്ക് ആ മല വരെ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മലകൾ അവിടെ നിന്നാൽ കാണാം. തമിഴ്നാട് കാണാം. തമിഴ്നാട്ടിൽ വാഹനങ്ങൾ പോകണതൊക്കെ കാണാം. വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഡാമിന്റെ അടുത്തൂടെ. അത് ഇവിടെ നിന്നാ കാണാമെന്ന്? ആ മണ്ടേ തന്നെ കാണാം സാറേ. മഞ്ഞില്ലെങ്കിൽ എല്ലാം കാണാൻ സാധിക്കും. അടുക്ക് പറ ഡാമും അങ്ങനെ 2 ഡാമുണ്ട് അവിടെ. അത് നമുക്ക് ഇവിടെ കേരളത്തിൽ കാണാം, പേപ്പാറയും നെയ്യാറും. അങ്ങനെ 2 ഡാമും അവിടെ ഇവിടെയും കാണാം, അവിടെയും കാണാം. പക്ഷെ മഞ്ഞില്ലായിരുന്ന നല്ല പ്ലേസ് ആണ് സാറേ. നല്ല ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ നല്ല സൗകര്യമാണ്. മഞ്ഞില്ല. പക്ഷെ മഞ്ഞ് മഴ ഒക്കെ ഇടയ്ക്ക് വരൂല്ലേ? മഞ്ഞ് മഴയൊക്കെ ആണെങ്കിൽ വലിയ പാടാണ് സാർ. മണ്ട കയറാനും വലിയ പാടാണ്. പാറയൊക്കെ തിന്നും. പിന്നെ അട്ട തന്നെ അപ്പുറം ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ. മഴ ഇല്ല, ഇതേപോലത്തെ കാലാവസ്ഥ ആണെങ്കിൽ അട്ടയ്ക്കും പേടിക്കണ്ട, മൃഗങ്ങൾക്ക് പേടിക്കണ്ട. മോണ്ടെ കയറി ഇറങ്ങി വരാനും നല്ല കാലാവസ്ഥയാണ്. ഈ ഇപ്പൊ കുറെ ചെറുപ്പക്കാർ വരുന്നുണ്ടല്ലേ? ഇപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട് സാർ. സ്കൂളിൽ പഠിക്കുന്ന ഈ കോളേജിലുള്ളവരൊക്കെ ഒരുപാട് പേര്, പിള്ളേരൊക്കെ പയ്യന്മാർ സെറ്റും പിള്ളേരൊക്കെ വരുന്നുണ്ട്. ഈ സീസണിൽ തന്നെ ഇപ്പൊ ഒരുപാട് വരും. കഴിഞ്ഞിട്ടിപ്പോ ശരിക്കും പെണ്ണുങ്ങളുണ്ടായിരുന്നു. തുടങ്ങിയോടുകൂടി ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്താ സാറേ? സ്ത്രീകളെ കയറ്റാൻ തുടങ്ങിയോടുകൂടി ഒരുപാട് വരുന്നുണ്ട് സാറേ. ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പൂജയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പൊ ഇവിടെ ട്രക്കിംഗ് അല്ലേ സാറേ? ഇപ്പൊ ട്രക്കിങ്ങിന്റെ ഇതിലാണ് വിടുന്നത്. ഇന്ന് പോയിട്ട് 3-ന്റെ അന്ന് തിരിച്ചിറങ്ങും. സീസൺ അല്ലാത്ത സമയത്തെ പരിപാടികൾ എങ്ങനെയാ? സീസൺ അല്ലാത്ത സമയത്ത് ഇതേപോലെ സാർ എന്നാ സാറേ, പൂജ സാധനം കൊണ്ടുപോകാൻ പാടില്ല, പ്ലാസ്റ്റിക് സാധനങ്ങൾ. അല്ലാതെ അന്നേരം വരാം അല്ലേ? 5 പേരുണ്ടെങ്കിൽ? 5 പേരുണ്ടെങ്കിലും വരാം. ഇതാണ്ട് ഇപ്പൊ വാച്ചർ പറഞ്ഞ പോലെ ഇപ്പം പാസിന് വില കൂട്ടിയതാണ് പറഞ്ഞത്. കഴിഞ്ഞിട്ട് ഇപ്പൊ 3000 രൂപയായിരുന്നു പാസ്. 1000 രൂപ ചാപ്പാട്ടിന്. അങ്ങനെ 4000 രൂപയായിരുന്നു. ഇപ്പൊ 6 എന്ന് പറയുന്നു. പാസ് 5000 രൂപയും 1000 രൂപയും പറയുന്നു. പിന്നെ ഇതിന് സൗകര്യം പാക്കേജിന് പറഞ്ഞതുമാണ്. തിരക്ക് കുറവായിരിക്കും. നമ്മളെ ഇഷ്ടത്തിന് എല്ലാവർക്കും ഓരോ കമ്പുണ്ടല്ലേ? വടി. അത് ഒരാളുടെ ഫലം ചെയ്യും. കാര്യം നമുക്ക് ഈ കയറ്റം കയറുമ്പോഴും ഇറക്കം ഇറങ്ങി വരുമ്പോഴും നല്ല ഇതാണ് കമ്പ് ഇടിച്ചിറങ്ങി വരാനൊക്കെ. പിന്നെ അതുപോലെ മൃഗങ്ങൾ നിന്നാലും വഴിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനെ ഒതുക്കി ആൾക്കാരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തി അത് പോയതിന് ശേഷം പോകാൻ നോക്കണം. മൃഗങ്ങൾ അങ്ങനെ വരാറുണ്ടോ? മഴയത്തൊക്കെ മൃഗങ്ങൾ വരാറുണ്ട്. ആനയുണ്ട്, പോത്തുണ്ട്. ഇപ്പൊ 2 ദിവസം കൊണ്ട് പുലി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മള്. പുലി ഇപ്പം മറ്റേ കരമനയുടെ ഇപ്പുറത്ത്. പിന്നെ അത് സാറന്മാര് മറ്റേ പടക്കുകളൊക്കെ ഓരോ ക്യാമ്പിലും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ലൈറ്റുകളും കൊണ്ടുപോയി അത് എന്തെങ്കിലും ശല്യം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറുമെങ്കിൽ നമ്മൾ ഓലപ്പടക്ക് തന്നെ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അത് മാറും. ഇങ്ങനെ ഇട്ട് അവരുടെ അറ്റാക്ക് അല്ല, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല സാർ. പിന്നെ ഒരു 7-8 വർഷത്തിന് മുമ്പ് ഒരു പോത്ത് ഇടിച്ച് നമ്മളൊരു ഗൈഡ് പൊങ്കാലപ്പാറയുടെ താഴെ മരിച്ചാണ്. അതായത് അതിന്റെ വഴി കൂടെ വന്നോണ്ടിരുന്നു, മഴയായിരുന്നു. ഒരു ചാക്ക് തലയിൽ കൂടെ ഇട്ടുന്നതുകൊണ്ട് കണ്ടില്ല. യാത്രക്കാർ കണ്ടെങ്കിലും പോലും അവർ മാറി. പക്ഷെ ഇങ്ങനെ മാറാൻ പറ്റില്ല. അതിന് മുമ്പ് അത് ഇടിച്ചെള്ളിയിട്ട് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. പിന്നെ അറ്റാക്ക് വന്ന മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ആരോഗ്യസ്ഥിതി ഒന്ന് പരിശോധിക്കണം അല്ലേ? അത് നല്ലതല്ലേ സാർ. അത് എടുത്തൊന്ന് മെഡിക്കലൊക്കെ എടുത്ത് വരണത് നല്ലതാണ്. എന്നാണ് ഇവിടെ വന്ന് കണ്ട് മെഡിക്കലൊക്കെ എടുത്ത് വന്നിട്ടും ആട്ടുകാരൻ്റെ മേളിൽ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നത് പുള്ളി പോയതിൻ്റെ അന്ന് തന്നെ പിന്നെ രാത്രി നമ്മൾ തിരിച്ചിറക്കി. ഇതിനു മുമ്പ് 2 അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളായിരുന്നു. വരാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. വലിയ അങ്ങോട്ട് പോകുമ്പോൾ വലിയ കയറ്റമല്ലേ സാർ. അട്ടാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുൽമേടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കയറ്റമാണ്. നാളെ ഫുള്ളാ കയറ്റമാണ്. അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോകുമ്പോൾ അത്രയ്ക്കും നമുക്ക് നല്ലത്. ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുത്ത് റെസ്റ്റൊക്കെ എടുത്ത് തന്നെ പോകണം. റെസ്റ്റൊക്കെ എടുത്ത് പോയാൽ നമ്മൾ ക്ഷീണിക്കില്ല. ഇവിടെ ഈ ഫുഡ് അങ്ങനെ മറ്റുള്ളതൊന്നും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. അതപ്പം എന്താ കൊണ്ടുവരാൻ പറ്റുന്നത്? പ്ലാസ്റ്റിക് ഫുഡ് ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് എന്തുവാണെങ്കിലും കൊണ്ടുവരും. പക്ഷെ പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ മാത്രം കൊണ്ടുവരാൻ പാടില്ല. പിന്നെ നമുക്ക് പൂജയും കാര്യങ്ങളൊന്നുമല്ല, എല്ലാം ട്രക്കിങ്ങിൻ്റെ ഇതാണ്. അങ്ങനത്തെ ഇത് പ്ലാസ്റ്റിക്കുകളാകുമ്പോൾ മുട്ടായി ഇതായിരുന്നാലും കഴിച്ചിട്ട് അങ്ങെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോകും. അത് ഈ മൃഗങ്ങൾ കഴിക്കുകയും എടുക്കുകയും ചെയ്യണതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കുകൾ അലോഡില്ലാത്തത്. അത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്.
അതായത് പ്ലാസ്റ്റിക്കിൽ കാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇതന്നെ സാർ, വനമുണ്ടെങ്കിലല്ലേ നാട്ടുമ്പുറത്ത് മഴകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ചേട്ടൻ എത്ര വർഷമായി? കുറേ ഞാൻ വന്നിട്ട് 10-16 വർഷമാണ് സാർ. ഇത് ജയനല്ലേ? ജയൻ. നേരത്തെ അപ്പം എന്തായിരുന്നു, ഈ എസ്റ്റേറ്റിൽ തന്നെ ആയിരുന്നു? എസ്റ്റേറ്റ് തന്നെ നമ്മൾ വെളിയിലൊക്കെ പണിക്ക് പോകുമ്പോൾ ഇവിടെ തന്നെ ഒരു 10-25 വർഷം കൊണ്ട് ലാക്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് പോണക്കാട്. എല്ലാം വനം പോലെ ആയി. ശമ്പളങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ പെൻഷൻ കൊടുത്തിട്ട് ഒരു 6ാമത്തെ മാസം ഇത്. അത് ശരി. പെൻഷൻ കൊടുത്തിരുന്നോ? ഇല്ല 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 5 മാസത്തിൽ 1 മാസം കൊടുത്ത്. അതായത് ഇനി കഴിഞ്ഞ 2023 4 മാസത്തെ പെൻഷൻ ഉണ്ട്. ഇതിപ്പോൾ ഫെബ്രുവരി ആയില്ലേ, ഇത് 6 മാസത്തെ പെൻഷൻ ഉണ്ട്. പിന്നെ ഈ തൊഴിലുറപ്പിൻ്റെ പൈസ ഇടുന്നില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ കിട്ടുന്ന റേഷൻ മേടിച്ച് കഴിച്ചുകൊണ്ടൊക്കെയാണ് ആൾക്കാർ. ഇതൊരു താൽക്കാലിക ആശ്വാസമല്ലേ ഇത് സീസണിൽ? ഇത് കിട്ടണത് സാറേ. ഈ പാക്കേജിന് പോണത് ഇപ്പോൾ നമ്മൾ സീസണിൽ പോണതുകൊണ്ട് 700 രൂപ വെച്ച് ഇപ്പോൾ ശമ്പളം തരാം. അത് നിലവിൽ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെയും കയ്യിൽ കിട്ടിയില്ല പൈസ. നിങ്ങളിങ്ങനെ പോകുമ്പോഴൊക്കെ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് മൃഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയം അങ്ങനൊരു മൃഗങ്ങളുടെ ഒരു സീസണാണ്. വെള്ളമൊക്കെ കുറവായതുകൊണ്ട്. വെള്ളം കുറവാണെങ്കിൽ ഇപ്പോൾ റോഡ് സൈഡിൽ ഇറങ്ങുന്നത് സാർ. പിന്നെ ഇപ്പോൾ റോഡ് സൈഡിൽ കൂടുതലായിട്ട് ഇറങ്ങുന്നത് കരടിയാണ്. സന്ധ്യ സമയത്ത് കരടി കൂടുതൽ. എവിടെ? ബോണക്കാടല്ല, ഈ പോണ വഴി തന്നെ. പോണക്കാട്ടും ഉണ്ട്. പോണ വഴിയിലും സന്ധ്യ സമയത്ത് ഇറങ്ങുള്ളൂ, ഇരുട്ടിയതിന് ശേഷം. കരടി ഭയങ്കര ആക്രമണകാരിയാണ്. അതിപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ പിന്നെ വന്നു കഴിഞ്ഞാൽ? വന്നാൽ മാക്സിമം നമ്മൾ ഒഴിഞ്ഞ് പോകാൻ നോക്കും. പോയില്ലെങ്കിൽ വല്ല പോലെ പടക്കമൊക്കെ എത്തിച്ച് ഇടുമ്പോഴത്തേക്ക് ആ സൗണ്ടിൽ മാറും. കയ്യിലുണ്ടാവും അല്ലേ? കയ്യിലുണ്ടാവും. അത് സാറുമാർ തന്നിട്ടുണ്ട്. അത് നിവർത്തില്ലാതെ വരുമ്പോൾ മാത്രമേ കത്തിക്കുള്ളൂ, അല്ലാതെ നമ്മൾ ആരെ ശല്യം ചെയ്യില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ഉത്തരവല്ലല്ലോ അങ്ങനെ വെച്ച്. അതെ 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 അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കരടി അവർ പേടിച്ചിട്ട് ആക്രമിക്കുന്നതായിരിക്കും അല്ലേ നമ്മളെ? ആക്രമിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് തന്നെ യാദോഷമായിട്ട് നമ്മളും ചെന്ന് അത് പറഞ്ഞ വഴിയിലായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പറയുന്നത്. നമ്മൾ ചിലപ്പോൾ യാദോഷമായിട്ട് ചെന്ന് കയറും, അതും പേടിക്കും നമ്മളും പേടിക്കും. അങ്ങനെയുള്ള സംഭവത്തെ ഇതാവണമെങ്കിലേ ഉള്ളൂ. നിങ്ങൾ മൊത്തം എത്ര പേര് സാറേ? നമ്മൾ 2 പേരേ ഉള്ളൂ. 2 പേരേ ഉള്ളൂ? മുമ്പ് പോണ സാറ് നിങ്ങളോ? അതെ അതെ. ഈ ഓരോ സമയത്തും കാടിൻ്റെ ഭംഗി ഓരോന്നല്ലേ ഏട്ടാ? തന്നെ സാറേ. മഴയത്തൊരിത്, വെയിലത്തൊരിത്. ഇപ്പം നമ്മൾ കണ്ട ആ തോടെല്ലാം അരുവിയെല്ലാം നിറഞ്ഞൊഴുകി വരുമ്പോൾ കാണാനുള്ളൊരു ഭംഗി. അതിൽ നിന്നും വലിയ ആറാണ് സാറേ. ഇപ്പോൾ നമ്മൾ പോണ ഈ കരമന, വാഴപ്പെഞ്ചി, അട്ടയാറ്, ഇത് 3ഉം വലിയ ആറാണ് സാറേ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല, ഭയങ്കര വെള്ളമാണ്. അതൊരു ക്രോസ് ചെയ്യാൻ പറ്റൂല. ചെറിയ ചെറിയ ഓടയിൽ തന്നെ വലിയ വെള്ളം വരും. അത് ശരി. ഒരു കാരണവശാലും ഈ 3 ആറ്റിലും പോവാൻ നോക്കൂല. ഇനി നമ്മളെ എത്തുന്ന സ്ഥലം ഏതായിട്ട്? അട്ടയാറോ? ഇതിപ്പോൾ കരമനയായി സാറേ. അത് കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് വാഴപ്പെഞ്ചി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ചെന്നാണ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോകണം. അപ്പോൾ 6 കിലോമീറ്റർ ആകും. അത് കഴിഞ്ഞ് പിന്നെ അട്ടയാറ്. അട്ടയാറ് കഴിഞ്ഞാൽ പിന്നെ വലിയ ആറുകളൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പുൽമേടാണ്. ഈ കരമനയാറ് ശബ്ദമായി കേൾക്കുന്നത് അല്ലേ? എന്താ സാറേ? കരമനയാറ് ഒഴുകുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. കേൾക്കണത്. ഇവിടെ അതിഞ്ഞെത്തി, അടുത്തെത്തി. ഇവിടെ എല്ലാ സമയത്തും വെള്ളം ഇങ്ങനെ ഒഴുകുമോ? നല്ല വേനലിന്റെ സമയത്തൊക്കെ വെള്ളം? നല്ല പറയത്തും വെള്ളമുണ്ട് സാറേ. ഉണ്ടല്ലേ? കാട് ശരിക്കും എത്ര വലിയ അനുഗ്രഹമാണ് നാട്ടിൽ. നല്ലതാണ് സാറേ. വനം എന്ന് പറയുന്നത് നല്ല കാര്യം. മഴ അത് ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമായിരുന്നാലും മഴയായിരുന്നാലും ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ടൗണിൽ ജീവിക്കുമ്പോഴേ നമ്മൾ അറിയില്ലല്ലോ ഈ ആറുകളൊക്കെ ഇങ്ങനെ മലയെന്നൊക്കെ ആണെന്നും ഒക്കെ നമ്മൾ കാണുന്നില്ലല്ലോ. സാറേ ഇതിപ്പോ കരമനത്തേക്കാണ് സാറേ ഇത് പോണത്. പക്ഷെ സിറ്റിയിലത്തേക്ക് അവിടെ നിന്നൊക്കെ അല്ലേ സാറേ വെള്ളം കരമന ആറ്റിന്ന്? അതെ അതെ. കരമന സിറ്റിയിലോ? അതെ അതെ. അരുവിക്കര ഡാം, അങ്ങനെ പല ഡാമുകളുണ്ടല്ലോ അവിടെ നിന്നല്ലേ? ഈ വെള്ളം കംപ്ലീറ്റും പേപ്പാറയിലാണ് പോണത്. പേപ്പാറയ്ക്ക് പോകുന്നത്. ഈ മരം അപകടമായോണ്ട് വെട്ടിയതാണോ ഏട്ടാ? ഇത് മറിഞ്ഞ് വീഴുന്ന ഇങ്ങനെ കിടന്നു സാറേ. ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാവുണ്ട്. അങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് ഒരു മെഷീൻ ആള് കൊണ്ടുവന്ന് മുറിച്ച് മാറ്റി. ഇതിങ്ങനെ കിടക്കുകയുള്ളോ? ഇത് കൊണ്ടുപോകില്ല. ഇതിവിടെ കിടന്ന് ചെതലെടുത്ത് ഇവിടെ തന്നെ വളമാവും. വേറെ ആരും വനത്തിൽ നിന്ന് ഒരു സാധനം എടുത്തോണ്ട് പോകില്ല. അതായത് വളമാകണം എന്നുള്ളതാണ്. വീണ്ടും മരമൊക്കെ ഉണ്ടാവാനും.
വനത്തിൽ നിന്ന് ആരും എടുത്തോണ്ട് പോകില്ല ഒരു സാധനം. അല്ല പണ്ട് അങ്ങനെ മാറ്റില്ലായിരുന്നോ? ഇങ്ങനെ മുറിഞ്ഞു വീഴുന്നതൊക്കെ പണ്ട് ലേലം ചെയ്ത് കൊടുക്കലോ ഒക്കെ പണ്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ജനിക്കുന്ന മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജനിച്ചതിന് ശേഷം ഇതുവരെ ഒരു അറിവുമില്ല. അങ്ങനെ അത് ലേലം ചെയ്ത് കൊടുക്കും. അട്ട ഉണ്ടാവും ഇപ്പോൾ? അട്ട കാണും അല്ലേ? വെള്ളം നനവുള്ള ഭാഗത്ത് കാണും. അട്ട കടിച്ചാൽ എന്താ ചെയ്യുക നിങ്ങൾ? അട്ട കടിച്ച വേറെ ഒന്നുമല്ല, അത് കടിച്ച് താറെ വീഴും. ഒരു കുറച്ച് നേരം ചോര വലിച്ചോണ്ടിരിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. അട്ട കടിക്കുന്നത് നല്ലതെന്നൊക്കെ പറയൂലേ? കടിക്കണ ഈ ബെർക്കേഴ്സ് ഉള്ളവർക്ക് അത് അവിടെ കടിച്ചു കഴിഞ്ഞാൽ അത് മാറും എന്നാണ് പറയുന്നത് സാർ. അത് ഇത് ചെറിയ അട്ട, അത് വലിയ അട്ടയുണ്ട്, വെള്ളത്തിൽ കിടക്കും. അത് കടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. എന്നുവെച്ചാൽ അത് കുറേ ചോര കുടിക്കും. അത് ശരി. അപ്പോൾ അതൊക്കെ കടിച്ചാൽ നല്ലതെന്നാണ് പറയുന്നത്. ഇവിടെ നിറയെ പാറക്കൂട്ടങ്ങളാണല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് തന്നെ പാട്ടിൻ്റെ സൈഡിലൊക്കെ. നാളെയാണ് നല്ല പ്ലേസുകൾ ആണല്ലേ കാണാനൊക്കെ. കാണാനും നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ഇല്ല ഇത്. ഇവിടെ നിന്ന് നമ്മളെ ഗൈഡുകളാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് അവരാണ്. അവരാണ്. നിങ്ങൾ ഈ കരമനയാറ്? ഇത് കരമനയാറ് സാറേ. നമ്മളിവിടെ വരെ. ഇതാണ് കരമനയാറ്. തിരുവനന്തപുരത്തെ ടൗണിൽ വലിയ മരമൊക്കെ വെള്ളം എടുത്തോണ്ട് വന്നതാണ്. വെള്ളം കൊണ്ടിരുന്നത് വെള്ളം വലിച്ചുകൊണ്ട് വെച്ചിരിക്കണേണ്. നിങ്ങൾ ഇനി താഴോട്ട് ഇറങ്ങുമോ? നമ്മൾ വൈകിട്ടേ പോകും. വൈകിട്ടേ പോകും. വൈകിട്ട് വരുന്നവരെയും കൊണ്ട് പോകണം അല്ലേ? വരുന്നവരെയും കൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ശരി. അവിടെ ഒരു വള്ളി കെട്ടിയിരിക്കുന്നത് അങ്ങോട്ട് പിടിച്ച് നടക്കാനായിരിക്കും. അത് നല്ല മഴയത്തൊക്കെ സാറേ അതിൽ പിടിച്ച് വരാൻ കണക്കിനും കെട്ടിയിരിക്കുന്നത്. അതിപ്പോൾ എല്ലാത്തിലും കെട്ടി. അത് ഗിരിജാപുഷ്പ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്വാഡിലുണ്ടായിരുന്നു. ആരാ? ഗിരിജാപുഷ്പ മേഡം. അവര് സ്ക്വാഡിലാണ് ഇപ്പം. റേഞ്ച് ഓഫീസറായിട്ട് ഇരുന്ന് ഇപ്പോൾ സ്ക്വാഡിൽ. ആ മേഡം ഒരു പ്രാവശ്യം നല്ല മഴയത്തൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വരാനൊക്കെ ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ അത് കെട്ടിയിരിക്കുന്നത്. ഇതാണ് കരമന. ഇവിടുന്ന് ആളുകൾ വെള്ളമൊക്കെ എടുക്കുന്നുണ്ടല്ലേ? വെള്ളം കുടിക്കാൻ നല്ല വെള്ളമല്ലേ വനത്തിൽ നിന്ന്. വേറെ ഇവിടെ വൃത്തിയുടെ ഇതൊന്നും ഇല്ലല്ലോ. ഇല്ലില്ല. ഇതാണ് കരമനയാറ്. ഇതിന്റെ മുകളിൽ എവിടെ ചേട്ടാ? കുറെ അങ്ങ് പോകും. മൊണ്ടെന്ന് വരും വെള്ളം. ഈ കരമനയാറിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു വിശ്രമ കേന്ദ്രം കൂടിയാണ് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ അത് കാണാം. മനുഷ്യരൊക്കെ ഇങ്ങനെ മുഖം ഒക്കെ കഴുകി ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള യാത്രയ്ക്കൊരു എന്താ പറയുക, ഒരു ഊർജം സംഭരിക്കുന്ന ഒരു സ്ഥലമാണിത്.